ഉറക്കം വരുന്നില്ല. അമ്മാമ്മക്ക് ഇതെല്ലാം കൂടെ കണ്ടിട്ട് എനിക്കൊന്ന് ബോറടിക്കുന്നു തോന്നുന്നു ഇപ്പൊ. കോട്ടെ അമ്മക്ക് ഇതിനകത്ത് കയറാം. ഇതിനകത്ത് എല്ലാ സാധനവും മേടിക്കാൻ കിട്ടും. അമ്മാമ്മക്ക് മൊത്തത്തിൽ ഒരു ബാഡായി പോയേട്ടാ. കേരളാരെ തോന്നിയില്ലേ? നല്ലൊരു ഒരു ഭയങ്കര ഒരു ബാഡ് അടിച്ചു കേട്ടോ. ഞാൻ ബില്ലടിക്കുന്നിടത്ത് പുറത്തുനിന്നൊരു 2 ബോഡി ഗാർഡുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പ്രണവ് കൊച്ചുവിനും കുടുംബത്തിനും ലുലു മാളിൽ വെച്ച് നേരിടേണ്ടി വന്ന മോശം അനുഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രണവ് കൊച്ചുവിനെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെ മലയാളികൾക്കിടയിൽ സ്വീകാര്യത ലഭിച്ച സഹോദരങ്ങളാണ് പ്രവീണും അനിയനും പ്രണവ് കൊച്ചുവും. ആദ്യം ഡാൻസ് വീഡിയോകളായിരുന്നു ഇവർ പ്രധാനമായും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഫാമിലി വ്ളോഗിലേക്ക് മാറി. അങ്ങനെ നല്ല രീതിയിൽ പോകുന്നതിനിടക്കാണ് ഇവരുടെ കുടുംബത്തിൽ വൻ അടി നടക്കുന്നത്. ഫാമിലി വ്ളോഗിൽ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും അഭിനയമായിരുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. പ്രവീണിനെയും ഭാര്യ മൃദുരെയും പ്രണവും അച്ഛനും ചേർന്ന് ശാരീരികമായി ഉപദ്രവിക്കുക വരെ ഉണ്ടായി. അങ്ങനെ പ്രവീണും ഭാര്യയും വേറെ വീട്ടിലേക്ക് മാറി. പ്രണവും കൊച്ചുവും അമ്മയും അച്ഛനും കൂടി പുതിയൊരു യൂട്യൂബ് ചാനലും തുടങ്ങി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ നാറി പണ്ടാരം അടങ്ങിയിട്ടും ഇവരുടെ ചാനലിന്റെ റീച്ചിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഫാമിലി വ്ളോഗ് ചെയ്ത് ഇത്രയധികം റീച്ച് ഉണ്ടാക്കുന്ന ഒരു ടീം ഇവര് മാത്രമാണ്. പിന്നെ വിരലെണ്ണാവുന്ന അവിടെ ഇവിടെയും ഒക്കെ ആൾക്കാർ കാണും. അപ്പൊ നമുക്കിനി വിഷയത്തിലേക്ക് വരാം. പ്രണവ് കൊച്ചു അവന്റെ അമ്മയെ ലുലുമാള് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരുന്നു. അമ്മാമ ആദ്യമായിട്ടാണ് ലുലു കാണുന്നത് എന്ന് തോന്നുന്നു. നല്ല എക്സൈറ്റ്മെന്റിലാണ് അവർ പോയിരുന്നത്. ലുലുവിൽ പോകുന്ന സമയത്ത് നമ്മൾ എന്തായാലും അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ കയറല്ലോ അല്ലെ. അത് വേറൊരു ലോകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലുലു മാളിൽ പോകുമ്പോൾ ഹൈപ്പർ മാർക്കറ്റ് ആരും മിസ്സാക്കാറില്ല. ഇവിടെ പ്രണവ് കൊച്ചുവും അമ്മാമയെ കൊണ്ട് ആദ്യം പോയത് ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് തന്നെയായിരുന്നു. അവിടെ വെച്ചാണ് ഇവർക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നത്. എന്താണ് ഉണ്ടായതെന്ന് പ്രണവ് തന്നെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ഉറക്കം വരുന്നില്ല. അമ്മാമ്മക്ക് ഇതെല്ലാം കൂടെ കണ്ടിട്ട് എനിക്കൊന്ന് ബോറടിക്കുന്നു തോന്നുന്നു ഇപ്പൊ. കോട്ടെ അമ്മക്ക് ഇതിനകത്ത് കയറാം. ഇതിനകത്ത് എല്ലാ സാധനവും മേടിക്കാൻ കിട്ടും. എവിടാ? ഇതിനകത്ത് ഹൈപ്പർ മാർക്കറ്റ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പാരഗണി കയറി കേട്ടോ. ഷോപ്പിംഗ് നടത്തില്ലേ, നമ്മൾ സാധനം മേടിച്ചില്ലേ. അമ്മാവയ്ക്ക് മൊത്തത്തിൽ ഒരു ബാഡായി പോയേട്ടാ. കേരളാരെ തോന്നിയില്ലേ? നല്ലൊരു ഒരു ഭയങ്കര ഒരു ബാഡ് അടിച്ചു കേട്ടോ. അത് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ സംഭവം പറഞ്ഞുതരാം കറക്റ്റ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുക. പോയിട്ട് ഒന്ന് പറയണ്ട, ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയെന്നല്ലേ. ഞങ്ങൾ വന്നിട്ട് ആദ്യമേ ഇവിടെ കയറി, ഹൈപ്പറിൽ കയറി. ഹൈപ്പറിലാണല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കാനുള്ളത്. പിടിച്ചോ, ഫോൺ പിടിച്ചോ. ഞാൻ ഇതൊക്കെ ആദ്യമേ അമ്മാമ്മയെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ആദ്യമേ ഹൈപ്പറിൽ കൊണ്ടുപോയി. ഹൈപ്പർ വേറെ ആരും കയറിയില്ല, പാർക്കിങ് നേരെ ഹൈപ്പറിൽ പോയിട്ട് മറ്റേ ഇല്ല ചെറിയ ഇല്ല എന്തെങ്കിലും ഒരു സൈസ് ചെറിയ അതുപോലെ വേറെ എന്തെങ്കിലും ഞാൻ കാണാത്ത 2-3 ഐറ്റം ഇതൊക്കെ അമ്മാമ്മയെ കാണിച്ചിട്ട് ഞാൻ ഇന്നതാണ് സാധനം എന്നൊക്കെ അമ്മാവ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അമ്മാവയ്ക്കും നല്ല സന്തോഷമായിരിക്കും. അവർ ആദ്യമായിട്ട് കാണുന്ന സാധനങ്ങളാണ്. അതല്ല അതിനകത്ത് പെട്ടെന്ന് കയറുമ്പോഴത്തേക്കും എനിക്ക് ഇത്ര സാധനം ഇരിക്കുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു സംഭവമൊക്കെ പക്ഷെ നല്ലതായിരുന്നു. അതിനകത്ത് എടുത്ത വീഡിയോ ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. സൂപ്പർവൈസർ ആണ് അവിടുത്തെ വേറൊരു സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, സെക്യൂരിറ്റി സ്റ്റാഫിനെ. ഞാൻ അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുക. പുള്ളി എന്നിട്ട് പറഞ്ഞു വീഡിയോ ഷൂട്ട് ചെയ്യരുത്, അത് ഇങ്ങനെ പ്രശ്നമാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഡിഫെൻഡ് ചെയ്ത് ഞാൻ കുറച്ചേരം സംസാരിച്ചു. അത് എന്തുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു സംഭവം. കാരണം നമ്മൾ സാധാരണ നമ്മൾ കടയിൽ പോകാറുണ്ട്, പച്ചക്കറി മേടിക്കാറുണ്ട്, നമ്മൾ അതൊക്കെ വ്ലോഗ് ചെയ്യാറുണ്ട്, ഷൂട്ട് ചെയ്യാറുണ്ട്. ഇവിടെ വലിയ മറ്റേ പെട്രോൾ പമ്പ് വീഡിയോ എടുക്കരുത്, ഷൂട്ട് ചെയ്യരുതെന്നൊക്കെ പറയാം. അത് സമ്മതിക്കാം. അവിടെ മറ്റേ ഫ്ലെയിമബിൾ ആണെന്നുള്ള സംഭവം. ഇപ്പൊ പഴത്തിന്റെയും പച്ചക്കറിയുടെയും വീഡിയോ എടുക്കുമ്പോഴത്തേന് ഇത് പൊട്ടുപോകുന്നത്, റേഡിയേഷൻ അടിച്ച് പൊട്ടും. അങ്ങനെ എന്ത് സെക്യൂരിറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ സംസാരിച്ച് എന്തുകൊണ്ട് അത് അവർ പറയുന്നില്ല. വൈ എന്തുകൊണ്ട് അത് നിങ്ങൾ പെർമിഷൻ മേടിക്കണമെന്ന്. ഓക്കെ, അപ്പൊ അതാണ് കാര്യം. ഹൈപ്പർ മാർക്കറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇവരെ വ്ളോഗ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഞാൻ അവിടുത്തെ പഴങ്ങളും പച്ചക്കറികളും വീഡിയോ എടുത്തപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ വന്ന് എന്നെ തടഞ്ഞു. പെർമിഷൻ വാങ്ങാതെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പ്രണവ് പറയുന്നത്. ഇവിടെ പ്രണവ് പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അതായത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വെറും ഒരു വീഡിയോ മാത്രമല്ല പ്രണവ് ഇവിടെ എടുത്തത്. പ്രണവ് വ്ളോഗാണ് എടുത്തത്. വ്ളോഗ് എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും തമ്മിൽ നല്ല മാറ്റമുണ്ട്. ഞാനും ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടുള്ള ആളാണ്. അവിടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആരും വന്ന് തടയുന്ന ഞാൻ കണ്ടിട്ടില്ല. വെറുതെ വീഡിയോ എടുത്താലൊന്നും ആരും തടയാനും പോണില്ല. പക്ഷെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കാണുന്ന ഒരു സംഗതിയാണ്. അത് എടുക്കുമ്പോൾ പെർമിഷൻ വാങ്ങണമെന്നുള്ളത് മേ ബി ലുലുവിന്റെ പോളിസിയിൽപ്പെട്ട കാര്യമായിരിക്കാം. പണ്ട് നമ്മുടെ ജീവ ജോസഫിനും അപർണ തോമസിനും കൊച്ചിയിൽ വെച്ച് സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോസ് എഴുതി കൊടുക്കാം. അവരും ഇതുപോലെ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോയത് ഒരു വ്ളോഗാക്കി ഷൂട്ട് ചെയ്യുകയായിരുന്നു. ഇപ്പൊ പ്രണവിനെ തടഞ്ഞതുപോലെ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ വന്ന് ജീവയെയും തടയുകയായിരുന്നു. അന്ന് അവർ അതിനെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തു.
ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പെർമിഷൻ ഇല്ലാതെ വ്ലോഗ് ചെയ്തതിനാണ് പ്രണവ് കൊച്ചുവിനെ സെക്യൂരിറ്റിക്കാരൻ തടഞ്ഞത്. ഞാൻ അതിന് അവരെ ഒരിക്കലും കുറ്റം പറയില്ല, കാരണം അത് അവരുടെ ജോലിയാണ്. പെർമിഷൻ ഇല്ലാതെ വ്ലോഗ് ചെയ്യുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ റൂൾസിനെതിരാണെങ്കിൽ ആ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നവരെ തടയുക എന്നുള്ളത് അവിടുത്തെ സെക്യൂരിറ്റിക്കാരന്റെ ജോലിയും കൂടിയാണ്. ആ ജോലി അവര് മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ പണി പോകും. അതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പ്രണവിന് പറയാനുള്ള ബാക്കി കേട്ടോക്കാം. നിങ്ങൾ അങ്ങോട്ട് വരുവാണ് 4 പച്ചക്കറിന്റെ ഒരു തക്കാളിന്റെ വീഡിയോ എടുക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ വിളിച്ച് മുമ്പേ ചോദിക്കാം. കാരണം അത് അവർക്ക് സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. എനിക്ക് അവിടെ എന്തുവാ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ സാധാരണ കടയാണ്, നമ്മൾ കടയിൽ പോകാറുണ്ട്, പച്ചക്കറി മേടിക്കാറുണ്ട്, പഴം മേടിക്കാറുണ്ട്, സാധനം മേടിക്കാറുണ്ട്. ഇത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ട്? ഞാൻ വേറെ ആരെ ഷൂട്ട് ചെയ്യുന്നില്ല. അച്ഛൻ, അമ്മ അല്ലെങ്കിൽ കൂടെ ഉള്ളവര്, എന്റെ കൂടെ ഉള്ളവരെ ഞാൻ എടുക്കാറുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് മാത്രം. അവിടെ ഇരിക്കുന്ന പച്ചക്കറി സാധനങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. ഞാൻ വീഡിയോ എടുത്തത് എന്തോ ഭയങ്കര തെറ്റാണെങ്കിൽ അങ്ങ് നിൽക്കുവോ, അവിടെ അങ്ങ് നിൽക്കുവോ, പോണില്ല ഇവര്. അങ്ങനെ ഞാൻ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഫോട്ടോസ് ഞാൻ അങ്ങ് വിടത്തില്ല എന്ന് പറഞ്ഞു. അവർക്കത് പോരാ, റീസെന്റ് ചെയ്യുന്ന ഡിലീറ്റ് ചെയ്യണം, ഫുൾ ക്ലിയർ ചെയ്യണം. അത് ഞാൻ പറഞ്ഞ് എന്റെ പേഴ്സണൽ തിങ്ങാണ്, എന്റെ റീസെന്റിൽ പലതും കാണും, ഞാൻ ഇതെന്തിനും നിങ്ങളുടെ മുമ്പ് ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് ഇവർ ഇത് പറഞ്ഞിങ്ങനെ റീസെന്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യും. അതായത് ഇവർക്ക് എന്തൊരു ടെൻഷൻ കണക്കാ. എനിക്ക് അറിഞ്ഞൂടാ അതിനകത്ത് ഇനി വേറെ വല്ല, എനിക്ക് അറിഞ്ഞൂടേ അവിടെ പഴവും പച്ചക്കറി അല്ലാതെ വേറെ എന്തെങ്കിലും ഇവര് എന്തിന് ഇത്ര വിഷമിക്കുന്നതാണ്. റീസെന്റ് എടുത്ത എല്ലാ വീഡിയോകളും ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയൂല. ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചെടുത്ത വീഡിയോകൾ ഡിലീറ്റ് ആക്കാം, അതാണല്ലോ അതിന്റെ ന്യായം. അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ ഇവരെന്തിനാണ് ഇടയ്ക്കിടെ ഈ പഴത്തിന്റെയും പച്ചക്കറിയുടെയും കാര്യം പറയുന്നത്? കുറച്ച് പഴത്തിന്റെയും പച്ചക്കറിയുടെയും വീഡിയോ എടുത്തതിനാണ് അവർ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് ഇവൻ പരിഹാസത്തോടെ ഇങ്ങനെ ഇടയ്ക്കിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ പഴത്തിന്റെയും പച്ചക്കറികളുടെയും വീഡിയോ എടുക്കാൻ ഞാൻ വരുന്നുണ്ട് എന്ന് നേരത്തെ വിളിച്ചു പറയണമായിരുന്നു എന്നൊക്കെ പ്രണവ് ഇവിടെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും ഒക്കെ ചോദിക്കുന്നുണ്ട്. പ്രണവ് കോച്ചോട് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത് പഴത്തിന്റെയും പച്ചക്കറിയുടെയും കാര്യമല്ല, നീ എന്ത് ഷൂട്ട് ചെയ്തു എന്നുള്ളതല്ല, പെർമിഷൻ വാങ്ങാതെ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. ലുലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ 4 ആൾ മാത്രം വരുന്ന ഒരു സ്ഥലമല്ല, ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമാണ്. അവിടെ എല്ലാ കസ്റ്റമേഴ്സിനും ലുലുവിന് ഒരേപോലെയാണ്. അവർക്ക് അവരുടെ കസ്റ്റമേഴ്സിന് പ്രൈവസി ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഇതുപോലെ മുമ്പ് ആരെങ്കിലും വ്ലോഗ് എടുത്തിട്ട് മറ്റു കസ്റ്റമേഴ്സ് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതിനുശേഷമായിരിക്കും ചിലപ്പോൾ ഇവർ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. ഇതിപ്പോ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ചെറിയൊരു ഷോപ്പാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് ആ ഷോപ്പിനുള്ളിലേക്ക് ഓടിച്ചെന്ന് ഒന്നും ചോദിക്കും പറയുകയും ചെയ്യാതെ വ്ലോഗ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്തോട്ടെ എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ അവരോട് ചോദിക്കൂലേ? എന്നിട്ടല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യത്തുള്ളൂ. അത്ര മാത്രമേ ഇവിടെ ലുലുവും ആളുകാരും ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് മനസ്സിലാക്കിയേ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. എന്തായാലും ബാക്കി നോക്കാം. ഇത് പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ഇറങ്ങി, സാധനം എടുത്തിട്ട് ഞാൻ ഇറങ്ങി ബില്ല് ചെയ്യാൻ പോയി. സെക്യൂരിറ്റിയുടെ സൂപ്പർവൈസർ അതൊരു കാര്യമല്ല, ഞാൻ ഒരു വീഡിയോ എടുത്ത് അത് ഞാൻ ഷൂട്ട് ചെയ്തു, ഞാൻ അത് ഡിലീറ്റും ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പിന്നെ സൂപ്പർവൈസർ പറഞ്ഞു എന്തിനാ അതിനകത്ത് എന്തോ ഉള്ളേ? പഴവും പച്ചക്കറിയും പാലും അല്ലേ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാ? പയറ് ചെറിയ ചുണ്ണിക്കായ എടുത്തോണ്ട് വന്ന് അതിന്റെയൊക്കെ വീഡിയോ ആണ് എടുത്തത്. സത്യമായിട്ടും പിന്നെ കുറെ നമ്മളൊന്നും കാണാത്ത കുറെ ഇലകള് ഇതൊക്കെ അവരൊക്കെ പറഞ്ഞു കൊടുത്തുള്ള വീഡിയോയാ. ഞാൻ ബില്ലടിക്കുന്നിടത്ത് പുറത്തുനിന്നൊരു 2 ബോഡി ഗാർഡുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഗുണ്ടകളാ ഇല്ല അടിക്കാൻ നിൽക്കുന്ന കണക്ക്. 3 പേര് പുറത്തേക്കാണ് ഫോൺ മേടിക്കാൻ എന്റെ. അപ്പൊ പുള്ളിക്ക് അങ്ങ് ഫ്രസ്ട്രേഷൻ, എന്റെ അടുത്ത് എന്തോ പറയാനുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ പുള്ളി അടുത്തോട്ട്. കാരണം ഈ പേയ്മെന്റിന്റെ പ്രശ്നമായിട്ട് അവിടെ നിൽക്കുക. ഈ സൂപ്പർവൈസർ പുള്ളി ഉണ്ടല്ലേ പുറത്ത് നിന്നാ, പുള്ളി ഇങ്ങോട്ട് കയറി വന്നിട്ട് അമ്മയുടെ കൈ ഇരിക്കുന്ന, അതായത് ഞാൻ ബില്ലടച്ച് വെച്ചേക്കണ സാധനം പുള്ളി മേടിച്ചു നോക്കി. പുള്ളി മേടിച്ച് ചെക്ക് ചെയ്യുക, മറ്റേ നടക്കുന്ന സ്കാനർ ഉണ്ടല്ലേ, പുള്ളി അതിനകത്തോട്ട് ചെക്ക് ചെയ്യുക, ഈ സാധനം മേടിച്ചിട്ട് ചെക്ക് ചെയ്യുക. അതായത് അവിടുത്തെ ആൾക്കാരെല്ലാം നോക്കണം, അവിടെ ബില്ലടിക്കുന്ന ആൾക്കാര് സ്റ്റാഫുകളൊക്കെ നോക്കണം. പുള്ളി വന്നിട്ട് അമ്മയുടെ ബാഗ് മേടിച്ചിട്ട് അത് സാധനത്തോട്ട് ചെക്ക് ചെയ്യുക. പുള്ളി അവര് ബില്ലടിച്ച സാധനം അവിടുന്ന് എന്നിട്ട് പുള്ളി എന്നിട്ട് ചെക്ക് ചെയ്യുക. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ ചെക്ക് ചെയ്യുന്നത് ചോദിച്ചു, നിങ്ങളുടെ സ്റ്റാഫിന് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചു. അവര് ഇപ്പൊ അങ്ങോട്ട് എടുത്ത് ഞാൻ ബില്ലടിച്ച് ആ പാക്ക് ചെയ്ത് തന്ന സ്റ്റാഫാ, അവരാണ് എന്റെ കയ്യിൽ തന്ന സാധനം. അവര് ചെക്ക് ചെയ്ത് ഞാൻ ബില്ലടിച്ച് വെച്ചേക്കുന്ന സാധനം ഇതടിച്ച് പുള്ളി പിന്നെ വെടി ചെക്ക് ചെയ്യുക. എന്നിട്ട് പുള്ളി പറയാ ഇത് എന്റെ ഡ്യൂട്ടിയാണ്. അതെങ്ങനെ ഡ്യൂട്ടി ആവുന്നേ? സൂപ്പർവൈസർ ഒന്ന് എല്ലാവരും സാധനം മേടിച്ചിട്ട് ചെക്ക് ചെയ്യാറുണ്ടോ? ഇതുപോലെ സെക്യൂരിറ്റി സൂപ്പർവൈസർ ഒന്ന് ചെക്ക് ചെയ്യാറുണ്ടോ? ഞാൻ ചോദിച്ചു. അപ്പുറത്തൂടെ ഒക്കെ ഒത്തിരി പേര് പോകുന്നുണ്ട്, സാധനം പിടിച്ചിട്ട് പോകുന്നുണ്ട്, നിങ്ങൾ എന്താ അവരെ സാധനം പോയി ചെക്ക് ചെയ്യാതെ? പുള്ളിക്ക് എന്റെ അടുത്ത് ഗ്രഡ്ജ് അയച്ചാ, മനസ്സിലായോ? അവിടെ വെച്ചിട്ട് പുള്ളി മാസ് അടിക്കാൻ വന്നതായിരിക്കും, അത് അവിടെ വെച്ചിട്ട് ഒത്തില്ലെന്ന് തോന്നുന്നു. ഈ സാധനം മേടിച്ചിട്ട് ആ സാധനത്തിട്ട് ചെക്ക് ചെയ്യുക, എല്ലാരും നിൽക്കുമ്പോ പുള്ളി ചെക്ക് ചെയ്യുക. അതായത് ഞാൻ അകത്തുനിന്ന് മോട്ടിച്ചേക്കുക, പുള്ളിയുടെ ഗത ഞാൻ മോട്ടിച്ച് ഇതിനകത്ത് ഇട്ടിട്ട് പുള്ളി കുറച്ചു നേരം നേരെ ഷഡ്ഡി വരെ പൊക്കി നോക്കിയായിരുന്നു. സത്യമായിട്ട് പുള്ളി നോക്കിയായിരുന്നു. അമ്മയ്ക്ക് എല്ലാം ഒന്നും കാണിക്കാനും പറ്റിയില്ല. ഇരുന്ന് അമ്മയെ വിളിച്ചോണ്ട് അമ്മയ്ക്ക് ഈ പച്ചക്കറി ഇങ്ങനെയുള്ള സാധനം കാണുന്നില്ലല്ലോ. അങ്ങനെ സംസാരമായി. പുള്ളി അതൊരു പരിപാടിയാണ്. ഞാൻ അതിന് ഫോൺ എടുക്കുന്ന എന്റെ ഇല്ല. അവര് ഞാൻ അതെല്ലാം ആലോചിക്കണം. ഇവർ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇത്രയും ആ ഒരു വീഡിയോ 2 വീഡിയോ എടുത്തെന്ന് വെച്ചാൽ അത് ഡിലീറ്റ് ചെയ്തും കളഞ്ഞു. ഇവർ ഇത്രയും വിഷമിക്കുന്ന എന്തിനാ? എന്താ അതിനകത്ത് പാലും പച്ചക്കറി അല്ലേ?
ഒരു നമ്മളൊരു സ്ഥാപനത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെയാണ് എനിക്ക് അറിഞ്ഞൂടാ പുള്ളി എന്ത് ബിഹേവിയർ അവിടെ കാണിച്ചതെന്ന്. സീരിയസ് ആയിട്ട് കേസ് എനിക്ക് അറിയില്ല. എനിക്ക് എന്റെ ലൈഫ് ടൈമിൽ എനിക്ക് ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും വേസ്റ്റ് ആയിരുന്നു. പാവോടെ അമ്മാമ്മ ഇന്ന് ആദ്യമായിട്ട് ലുലുമാള കാണാന്ന് പറഞ്ഞു വന്നേണ്. ഞാൻ കൊണ്ടുപോയി കാണിക്കുക, എല്ലാം ചുറ്റി കാണിക്കുക, സമയവും പോയി, ഒന്നും കണ്ടതുമില്ല കാണിച്ചതുമില്ല. അതിനകത്ത് കയറി വീഡിയോ എടുക്കരുതായിട്ട്. ഇനി എല്ലാവരും ലുലുമാളിലങ്ങനെ കയറുവാണെ അറിയാതെ പോലും ഒരു ഫോട്ടോ എടുക്കരുത്. ഇവര് പിടിച്ച് ജയിലിലേക്ക് ഇട്ടോളും ചിലപ്പോൾ. അത്രയ്ക്ക് ഭയങ്കര ഒരു അപരാധമാണ്. അങ്ങനെ എനിക്ക് ഉണ്ടായ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഇത്. പിന്നെ എനിക്ക് ആകെ ഞാൻ ഒരുമാതിരി ആയിപ്പോയി. അല്ല അവര് പുള്ളി വന്നിട്ട് എനിക്ക് വീഡിയോ കട്ട് ചെയ്യാൻ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞൊന്നും അല്ല. പുള്ളി ആ സാധനം മേടിച്ചു നോക്കി എല്ലാരും മുമ്പിൽ വെച്ചിട്ട്. ഞാൻ എന്തെങ്കിലും മോട്ടിച്ചോ? സീരിയസ്ലി. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ലുലുവിലെ സൂപ്പർവൈസർ കാണിച്ചത് മോശമായി പോയി. സംഭവം പ്രണവ് കൊച്ചും അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനും തമ്മിൽ വീഡിയോ ഷൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് നല്ല തർക്കം നടന്നിട്ടുണ്ടാകും. അങ്ങനെ ആയിരിക്കണം സൂപ്പർവൈസർ അങ്ങോട്ട് വരുന്നത്. പക്ഷെ അത്രയും ആളുകൾ നോക്കി നിൽക്കുക പ്രണവ് വാങ്ങിയ സാധനങ്ങൾ മാത്രം ചെക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ മോശമായി പോയി. ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അത് വളരെ രമ്യമായി പരിഹരിക്കാനാണ് സൂപ്പർവൈസർമാർ ശ്രമിക്കേണ്ടത്. കസ്റ്റമർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ, മാനസിക വിഷമങ്ങൾ ഉണ്ടാകാതെ അത് പരിഹരിക്കുകയാണ് വേണ്ടത്. പക്ഷെ അതിന് പകരം ഒരു കള്ളനോട് എന്ന പോലെ പ്രണവിന്റെ സാധനങ്ങളൊക്കെ വാങ്ങി പരിശോധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വെറുതെ എന്തോ ക്രെഡിറ്റ് തീർക്കാൻ വേണ്ടി ചെയ്ത പോലെയായി. ഒരു സ്ഥാപനം ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം കസ്റ്റമർ ഫ്രണ്ട്ലി ആവുക എന്നുള്ളതാണ്. കസ്റ്റമർ ഇസ് ദ കിങ് എന്ന് വെറുതെ പറയുന്നതല്ല. കസ്റ്റമറിനെ മാക്സിമം കംഫർട്ട് ആക്കിയാൽ ബിസിനസ് പകുതി വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയ തെറ്റുകളൊക്കെ അതിൻ്റെതായ രീതിയിൽ ഹാൻഡിൽ ചെയ്തു വളരെ രമ്യമായ രീതിയിൽ പരിഹരിക്കുകയാണ് വേണ്ടത്. അതാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. എന്തായാലും എല്ലാം കൊണ്ടും ഒരു മോശം അനുഭവം ആയതുകൊണ്ടാണ് പ്രണവ് കൊച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഈ വിഷയത്തിൽ എന്റെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ വ്ളോഗിനോടൊന്നും പ്രത്യേകിച്ച് യാതൊരു വിരോധവുമില്ല. പബ്ലിക്കിൽ ബുദ്ധിമുട്ടുണ്ടാകത്തിടത്തോളം കാലം ഇവിടെ വ്ളോഗ് ചെയ്യുന്നതിനോടൊന്നും യാതൊരു കുഴപ്പമില്ല. പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ വ്ളോഗേഴ്സ് ഉള്ള നാടാണ് നമ്മുടേത്. പിന്നെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ വ്ളോഗ് ആയാലും എന്തായാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെതായ ഒരു മര്യാദ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ചാനലും വ്ളോഗും ഒക്കെ വലിയ കാര്യമായിരിക്കും. പക്ഷെ ചുറ്റുമുള്ള ആളുകൾക്ക് അത് അങ്ങനെ ആവണമെന്നില്ല. നിങ്ങൾ പബ്ലിക് പ്ലേസിൽ വെച്ചൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയിൽ ഒരുപാട് വഴിയാത്രക്കാരുടെ മുഖങ്ങൾ വന്നു പോകാറുണ്ടല്ലേ. അവരിൽ പലരും നിങ്ങളുടെ വീഡിയോയിൽ മുഖം വരാൻ ആഗ്രഹിക്കാത്തവരാവും. തീർത്തും സ്വകാര്യമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ വന്നവരാവും. അവരുടെ ഇടയിലേക്ക് ക്യാമറയും തൂക്കി ഇടിച്ചു കയറി ചെല്ലുന്നത് ശരിയല്ല. സോ ആ പബ്ലിക് പ്ലേസിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ടോ അത്രത്തോളം സ്വാതന്ത്ര്യം തന്നെ അതിലൂടെ നടന്നു പോകുന്ന മനുഷ്യരുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ കാലത്തൊക്കെ നമ്മുടെ പ്രൈവസി എന്നുള്ളത് ഒരു കോമഡി ആണെന്നുള്ളത് വേറെ കാര്യം. എന്നാലും പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടല്ലോ. അത് നമ്മൾ മാനിക്കണം, അത്രേ ഉള്ളൂ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.